ആം ആദ്മി പാർട്ടിയുടെ ആസ്ഥാനത്ത് നിന്ന് ഞങ്ങളുടെ പ്രതിനിധി നിതിൻ അംബുജൻ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നിതിൻ, സ്വാഭാവികമായും ഇപ്പോൾ നേരത്തെ ബൽറാം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ജയിലിലേക്ക് പോയ അരവിന്ദ് കെജ്രിവാൾ അല്ല ജയിലിൽ നിന്ന് തിരികെ എത്തുന്ന അരവിന്ദ് കെജ്രിവാൾ. ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് അവർക്ക് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ കരുത്തു പകരാൻ, ഊർജമാക്കി മാറ്റാൻ അവർക്ക് കെജ്രിവാളിന്റെ ഇപ്പോഴത്തെ ജാമ്യം ലഭിച്ചുള്ള തിരിച്ചുവരവ് വഴിയൊരുക്കും. ഏതൊക്കെ തരത്തിലായിരിക്കും അവർ അതിനെ വിനിയോഗിക്കുക? എങ്ങനെയായിരിക്കും ഈ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുക? എന്തൊക്കെ പദ്ധതികളാണ് ആം ആദ്മി പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്? എങ്ങനെയാണ് ഈ ആഘോഷം അവർ കൊണ്ടാടാൻ പോകുന്നത്? ഇന്നത്തെ ദിവസം വിവരങ്ങൾ എന്തൊക്കെയാണ്? പാർട്ടി ആസ്ഥാനത്തു നിന്നുള്ള വിവരങ്ങൾ. ഗോപി, ഇടക്കാല ജാമ്യം ലഭിച്ചു എന്ന വിവരം വന്നത് പിന്നാലെ തന്നെ നിരവധി പ്രവർത്തകരാണ് ഇവിടെ ആഘോഷവുമായി എത്തുന്നത്. ഇപ്പോഴും ആഘോഷങ്ങൾ തുടരുകയാണ്. മധുരം വിതരണം ചെയ്ത് അവരെ നേതാവിനെ സ്വാഗതം ചെയ്യാൻ ഒരുങ്ങുന്നു. ജയിലിൽ നിന്നിറങ്ങിയ കെജ്രിവാൾ ആദ്യം ഈ പാർട്ടി ആസ്ഥാനത്താകും എത്തുക. ഇവിടെ പ്രവർത്തകരുടെ ഭാഗത്തും നേതാക്കളും വലിയ സ്വീകരണം അരവിന്ദ് കെജ്രിവാളിന് ഇവിടെ ഒരുക്കും. നമ്മൾ കണ്ടതാണ് സഞ്ജയ് സിംഗ് ജാമ്യം ലഭിച്ച ഘട്ടത്തിൽ ഇവിടെ വലിയ സ്വീകരണം അടക്കം നൽകിയിരുന്നു. സമാനമായ നിലയിൽ തന്നെ സ്വീകരണം എന്തായാലും അരവിന്ദ് കെജ്രിവാളിനും ഒരുക്കും. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, നേരത്തെ ഗോപി സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ത്യ സഖ്യത്തിനടക്കം വലിയ തരത്തിൽ ഊർജ്ജം നൽകുന്നതാണ് സുപ്രീം കോടതിയുടെ ഈ തീരുമാനം. കാരണം നമുക്കറിയാം, അരവിന്ദ് കെജ്രിവാൾ ജയിലിലായതിനു ശേഷം സുനിത കെജ്രിവാൾ ഇറക്കിക്കൊണ്ടായിരുന്നു അരവിന്ദ് കെജ്രിവാൾ ആം ആദ്മി പാർട്ടി പ്രചരണം നയിച്ചതെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ അരവിന്ദ് കെജ്രിവാൾ തന്നെ രംഗത്തിറങ്ങി ഈ മദ്യനയ അഴിമതി കേസിലെ ഈ കേന്ദ്രത്തിന്റെയും അതോടൊപ്പം തന്നെ ഇഡിയുടെയും നിയമവിരുദ്ധമായ നടപടിയെല്ലാം തന്നെ തുറന്നു കാട്ടാൻ ഒരുപക്ഷെ ആം ആദ്മി പാർട്ടിക്ക് ഇതുവഴി സഹായകമാകും. അതിന് ഊർജ്ജം നൽകുന്ന ഒരു തീരുമാനമായി തന്നെ ഇതിനെ ആം ആദ്മി പാർട്ടി വിലയിരുത്തുന്നുണ്ട്. കഴിഞ്ഞ ലോക്സഭയിൽ 7 ലോക്സഭാ മണ്ഡലങ്ങളും BJPക്ക് ലഭിച്ചപ്പോൾ ഇക്കുറി 3 ലോക്സഭാ സീറ്റിൽ കോൺഗ്രസും 4 ആം ആദ്മി പാർട്ടിയുമാണ് മത്സരിക്കുന്നത്. അങ്ങനെ ഇന്ത്യ സഖ്യത്തിന്റെ ഒരു കെട്ടുറപ്പിനെ തന്നെ ഊർജ്ജം നൽകുന്നതാണ് ഈ ഒരു തീരുമാനം. അതിനെല്ലാം തന്നെ ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ സ്വാഗതം ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ മദ്യനയ അഴിമതി കേസിനെ സംബന്ധിച്ചാണെങ്കിൽ രാഷ്ട്രീയമായി തന്നെ അതിനെ നേരിടാൻ കോൺഗ്രസിന് ആം ആദ്മി പാർട്ടിക്ക് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ വേദി ഉപയോഗിക്കാൻ സാധിക്കുമെന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടമായി തന്നെ ആം ആദ്മി പാർട്ടിക്ക് ഇതിനെ വിലയിരുത്താം. നിലവിലിപ്പോൾ സുനിത കെജ്രിവാൾ ഗുജറാത്ത് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ കൃത്യമായി രംഗത്തുണ്ട്. അരവിന്ദ് കെജ്രിവാൾ ഡൽഹിക്ക് പുറത്തും സാധ്യത ഈ ഒരു തീരുമാനത്തിൽ കഴിയുമെന്ന് മനസ്സിലാക്കുന്നു. അതോടൊപ്പം സുനിത കെജ്രിവാൾ വൈകാരികമായി തന്നെയായിരുന്നു അതിനെ ആം ആദ്മി പാർട്ടി അടക്കം ഈ ഒരു പ്രചാരണത്തിൽ ഉപയോഗിച്ചത്. സമാനമായ നിലയിൽ തന്നെ അരവിന്ദ് കെജ്രിവാളിന്റെ ഈ ജയിലിൽ നിന്നുള്ള ഇടക്കാല ജാമ്യം എല്ലാം തന്നെ അതേ നിലയിൽ തന്നെ ആം ആദ്മി പാർട്ടിക്ക് ഉപയോഗിക്കാൻ കഴിയും. എന്തായാലും പ്രവർത്തകർ വലിയ ആവേശത്തിലാണ്. രാത്രി ഏറെ വൈകിയും ഈ ഒരു ആവേശം തുടരും എന്ന് തന്നെയാണ് ഇപ്പോൾ നേതാക്കളും അതോടൊപ്പം തന്നെ പ്രവർത്തകരും പറയുന്നത്. നിതിൻ അംബുജൻ, നിതിൻ, ഇപ്പോഴവിടെ ഈ ആഘോഷ പരിപാടികളുടെ കൊട്ടും മേളവുമാണ് കേൾക്കാൻ കഴിയുന്നത്. അതിനിടയിൽ മുങ്ങിപ്പോകുന്നുണ്ട് നിതിൻ്റെ റിപ്പോർട്ടിംഗ് ശബ്ദം. നമുക്ക് തിരിച്ചു വരാം. ഈ ശബ്ദം അല്ലെങ്കിൽ അവരുടെ ആഘോഷ പരിപാടിയിൽ നിന്ന് മാറി നിന്ന് അതിൻ്റെ വിശദാംശങ്ങൾ കൂടി നമുക്ക് പരിശോധിക്കാം. ഏതായാലും അരവിന്ദ് കെജ്രിവാൾ ജാമ്യത്തിൽ തിരികെ എത്തുമ്പോൾ സ്വാഭാവികമായും ആം ആദ്മി പാർട്ടി അതൊരു വലിയ ആഘോഷ പരിപാടിയാക്കി മാറ്റും. അതോടൊപ്പം തന്നെ അന്യായമായ തടങ്കൽ ഇട്ടപ്പെട്ടയാൾ എന്ന നിലയിലായിരിക്കും ആം ആദ്മി പാർട്ടി അരവിന്ദ് കെജ്രിവാളിനെ അവതരിപ്പിക്കുക. സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പിൽ അതൊരു പ്രധാനപ്പെട്ട വിഷയമാക്കി ഉയർത്തിക്കൊണ്ടുവന്നായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിൽ വലിയ സന്ദേശം, ആ സന്ദേശം നൽകാനായിരിക്കും പാർട്ടി തീരുമാനിച്ചിട്ടുണ്ടാവുക. അതിൻ്റെ എല്ലാ തരത്തിലുള്ള പ്രചാരണ പരിപാടികളിൽ അതെല്ലാം പ്രകടമാകുന്ന തരത്തിലൊന്നായി അത് മാറും എന്ന് നമുക്ക് ഉറപ്പിക്കാം.